നമസ്കാരം. ഫെബ്രുവരി മാസഫലം. ഈ മാസഫലത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന മാസം തന്നെയാണ്. ചിലവുകൾ അതുപോലെ തന്നെ വർദ്ധിച്ചേക്കാം. കാരണം ചിലവുകൾ സാമ്പത്തികം എത്രമാത്രം കൂടുതലായി വരുന്നു അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ചിലവുകളും കൂടി വരികയാണ്. ജീവിതത്തിൽ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികം സേവ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജോലിയിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായിട്ട് എങ്ങനെ ചിലവ് വരുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജോലിക്ക് വേണ്ടി യാത്രകൾ ചെയ്യുക, അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, ഇങ്ങനെയൊക്കെ ചിലവുകൾ ഉണ്ടാകുന്നതും നഷ്ടങ്ങൾ വരും. ആ ധനം അനാവശ്യമായി പോകാൻ സാധ്യത. ബിസിനസ് സംബന്ധമായി നിങ്ങൾ ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് കൂട്ടുവാൻ വേണ്ടി പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ്റനൻസ് ചെയ്യുക. അപ്പോൾ ഈ ധനം നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സൊന്നും കൂടുതലായി വർദ്ധിക്കുവാൻ സാധ്യത കൂടുതൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലവുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക. കാരണം സംസാരം നിങ്ങൾക്ക് ദോഷകരമായി വരുവാൻ സാധ്യത കാണുന്നുണ്ട്. സംസാരം മൂലം ബിസിനസ് നഷ്ടമാകുന്നു, ജോലിയിൽ നിങ്ങൾക്ക് പരാതി വരുന്നു. നിങ്ങൾ ഒരു പൊതുപ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പുരുഷൻ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായി സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ കഠിനാധ്വാനത്തിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലാഭമുണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ, നല്ല രീതിയിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ഥലം മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാൻ സാധിക്കും. ജോലി ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ചെയ്യുന്നവർക്ക് മറ്റൊരു കമ്പനിയിലോട്ട് കയറാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്ന ഒരു മാസം തന്നെയാണ്. വരുമാനം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സമയം വളരെയധികം സാധ്യത കൂടുതലായി കാണുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ്. നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസം, സർക്കാർ ജോലിക്ക് വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു സമയം തന്നെ. പുതിയ കമ്പനി, അതായത് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനെല്ലാം സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. കുടുംബജീവിതത്തിൽ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിലും താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ നിങ്ങൾ മുഖാന്തരമല്ല, മറ്റുള്ളവർ മുഖാന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇടപെടുകയും അതിനെ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസം തുടരാൻ സാധ്യതയുണ്ട്. അതായത് പുതിയ വീട് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് താമസം മാറാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ ഈ മംഗളകർമ്മങ്ങൾക്ക് നിങ്ങളായിരിക്കും മുന്നിൽ നിന്ന് നടത്തുന്നത്. ഈ മാസത്തിൻ്റെ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് എത്രമാത്രം വരുമാനം വരുന്നു അത്രത്തോളം ചിലവുകളും വരുന്നു. അപ്പോൾ മംഗളകർമ്മങ്ങൾ കുടുംബത്തിനുള്ളിൽ നടക്കുമ്പോഴേക്കും നമ്മൾ തന്നെ മുന്നിൽ നിന്ന് നടത്തുകയും അതുപോലെ നമ്മൾ തന്നെ സാമ്പത്തികം ചിലവാക്കേണ്ടിയും വരും. സന്തോഷം കയ്യിൽ വരുന്നു എന്നുണ്ടെങ്കിലും അതുപോലെ ധനം ചിലവായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാസം തന്നെയായിരിക്കും.
നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ അറിവ് നേടാൻ താല്പര്യം ഉള്ള സമയമാണിപ്പോൾ. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നല്ല സമയമാണ്. നേട്ടങ്ങളുണ്ടാകും. അവർക്ക് പുതിയ അറിവുകളിലോട്ട് പകരാതെ പുതിയ കോഴ്സുകൾ പഠിക്കുവാൻ താല്പര്യമുണ്ടാകുകയും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ എക്സാമുകൾ എഴുതാൻ പറ്റുകയും അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. സ്വന്തം കഴിവിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ ആ ജോലിയെ ഈശ്വരനെ പോലെ കണ്ടിറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. അവർ പഠിക്കുന്ന ആ കർമ്മം ആത്മാർത്ഥമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു ജോലിക്ക് വേണ്ടി, അതായത് ഈ ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, PSC പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ എക്സാം എഴുതി പാസ്സായതിനു ശേഷം വിദേശത്ത് പോകാനായിട്ട് പഠിക്കുന്നവർ വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതായത് ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. PSC പോലുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ PSC ഒരു മാസം കൊണ്ട് പഠിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ നല്ല സമയമാണ്. ഈ സമയത്ത് എക്സാം വരികയാണെങ്കിൽ നമുക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാസത്തിലാണ് നിങ്ങൾ എക്സാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാൻ നമുക്ക് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു മാസമായിരിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.